ജിമ്മിൽ സ്ഥിരമായി പോകുന്ന ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ ഒരു വളരെ ആശങ്കയോടെ ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ബോട്ടിലിൽ കിട്ടുന്ന സംഭവം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതാണോ? അത് വൃക്കരോഗത്തിന് കാരണമാകുമോ? കാരണം വൃക്കരോഗം വരുമ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്ന സംഭവമാണല്ലോ കൂടുന്നത്. അപ്പോൾ വൃക്കരോഗത്തിന് കാരണമാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചില ഉത്തരങ്ങൾ ഞാൻ നൽകാൻ ശ്രമിക്കാം. അതായത് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ അമിനോ അമ്ലങ്ങൾ അല്ലെ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ചെറിയ സംഗതികളാണ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സ് തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ഇത് ധാരാളമായിട്ട് മസിലിൽ സ്റ്റോർഡ് ആണ്, അല്ലെങ്കിൽ മസിൽസിൽ നിക്ഷിപ്തമാണ്. നമ്മൾ നല്ലപോലെ വ്യായാമം ചെയ്യുമ്പം ഈ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ഉപയോഗിക്കപ്പെടുകയും അതിൽ നിന്ന് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന എനർജി കറൻസി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ എനർജിയുടെ ഒരു ഊർജത്തിൻ്റെ ഒരു വലിയ സ്രോതസ് എന്ന് കണക്കാക്കാവുന്ന ATP ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഹെവി മസിൽ എക്സസൈസ് ചെയ്യുന്ന, ഹെവി മസ്ക്യുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, അല്ലെ ജിം പോലെയുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഗുണകരമായിരിക്കാം. അപ്പോൾ ഇത് എപ്പോൾ ഉപയോഗിക്കണം, എന്തുമാത്രം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തകളുണ്ട്. അത് അളവ് കൂടി പോകാൻ പാടില്ല. ഒരു 3 to 5 grams per ഡേയിൽ കൂടുതൽ അളവ് കൂടാൻ പാടില്ല. ധാരാളമായിട്ട് വെള്ളം അതിൻ്റെ കൂടെ ഉപയോഗിക്കണം. ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം. എന്നാൽ വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കുക എന്നുള്ള ഒരു ശരിയായ രീതിയല്ല. ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിച്ച് അതിൻ്റെ സ്റ്റോർസ് നിറയെ മസിൽസിൽ എപ്പോഴും നിലനിർത്താനായിട്ട് നമ്മൾ സ്റ്റോറേജസ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് അത് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത്. പക്ഷേ ഇതിനൊരു കോഷൻ പറയാനുള്ളത്, വൃക്ക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗത്തിൻ്റെ ഒരു സൂചനയുണ്ടെങ്കിൽ, ഒരു സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കരൾ രോഗമുണ്ടെങ്കിൽ ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ജിം വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സാധാരണയായിട്ടുള്ള ഒരു എയറോബിക് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഒരു ശകലം മസിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്ക് ഒക്കെ ഇത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. നല്ല ആരോഗ്യകരമായ പ്രോട്ടീൻസ്, ഉദാഹരണത്തിന് മുട്ടയുടെ വെള്ളക്കരു അല്ലെങ്കിൽ മറ്റ് ആനിമൽ പ്രോട്ടീൻസ്, പ്ലാന്റ് പ്രോട്ടീൻസ് ഒക്കെ തന്നെ ഉപയോഗിച്ചാലും മതിയാവും. പക്ഷേ വളരെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്ന, നിരന്തരമായി ചെയ്യുന്ന, അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതൊരു നല്ല സപ്ലിമെൻ്റ് ആവാം. അതിനോടൊപ്പം തന്നെ വേ പ്രോട്ടീനും നമ്മുടെ നാച്ചുറലായിട്ട് ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനും നമ്മൾ താഴ്ത്തി കാണാതിരിക്കുക, അതിന് മുൻതൂക്കം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഹെവി വർക്കൗട്ട് ആണെങ്കിൽ മാത്രം ക്രിയാറ്റിൻ ഉപയോഗിക്കുക.